ഒറ്റ മോളായതുകൊണ്ട് തന്നെ ഇവളുടെ പേരൻസ് ഇവളെ അമിതമായി സ്നേഹിക്കുന്നുണ്ട്. സോംബികളുടെ സീരീസ് കാണുമ്പോൾ സൈഡിൽ ഇരുന്ന് ഇവളെ പേടിപ്പിക്കും. അതുപോലെ ഇവർക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടിയ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഇവളുടെ പേരൻസ് ആയിരിക്കും. കുസൃതികളുടെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റാണ് അവളുടെ പേരൻസ്. ഇങ്ങനെയൊക്കെ ചിരിച്ചു കളിച്ച് നിൽക്കുമെങ്കിലും ഏതെങ്കിലും ചെറുക്കന്മാരെ വന്ന് ശല്യം ചെയ്താൽ അവരുടെ കിടുങ്ങാമണി അടിച്ച് പൊട്ടിക്കാനുള്ള ട്രിക്കും അവളുടെ അമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. പക്ഷെ ഒരുപാട് പൈസ കെട്ടി വെക്കണം. പൈസ കാര്യത്തിനായി ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഇവര് പോയി. അവനാണെങ്കിൽ ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭാര്യ വരെ ഇട്ടിട്ട് പോയി. അങ്ങനെ ഒരു തേഞ്ഞ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇവർ രണ്ടുപേരും വന്ന് ഗാംബ്ലിംഗ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അത് കാരണം എന്റെ ജീവിതം വരെ കോഞ്ഞാട്ടയായിരിക്കുന്ന അവസ്ഥയാണ്, ഇനി ഞാൻ അതിലോട്ടില്ല എന്ന് പറഞ്ഞപ്പോ നമുക്ക് സ്വന്തമായി ഒരു കസിനോ തുടങ്ങാമെന്ന് അവർ പറയുന്നു. ആ ഒരു ഒറ്റ വാക്കിൽ അവൻ വീണ് പോയി. പുതിയൊരു കസിനോ അവരുടെ വീട്ടിൽ തന്നെ തുടങ്ങി ഗാംബ്ലിംഗ് ആരംഭിച്ചു. പല പല വെറൈറ്റി ഗെയിമുകളും കൊണ്ടുവന്നപ്പോ അതൊക്കെ എല്ലാവരിലേക്കും ആകർഷിച്ചു. അങ്ങനെ പൈസ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് രണ്ട് ഗെയിമേഴ്സ് തമ്മിൽ വഴക്കുണ്ടായി. ചുമ്മാ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കൂടി ഇതിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ച് ബെറ്റ് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ വഴക്ക് ഒരു ഫൈറ്റിൽ കലാശിക്കാൻ പോവുകയാണ്. ആറ്റിറ്റ്യൂഡും വെല്ലുവിളിയായിട്ട് വന്ന ഈ മൊട്ട ലെവന്റെ ഫസ്റ്റ് അടിയിൽ തലറങ്ങി വീണു. മത്സരം ഹിറ്റായപ്പോ പൈസ പെട്ടി വയ്ക്കാൻ പറ്റാതെ റൂമിൽ നിറഞ്ഞു കവിയാൻ തുടങ്ങി. പെട്ടെന്നാണ് പോലീസ് കയറി വന്ന് എല്ലാരെയും അറസ്റ്റ് ചെയ്തു. അവർ ഇത്രയും കാലം മോൾക്ക് വേണ്ടി സമ്പാദിച്ച പൈസ വരെ പോലീസുകാർ സീൽ ചെയ്തുകൊണ്ട് പോയി.